ഹലോ എസ് എസ് സി പരീക്ഷകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ചില റിഫോംസ് ചില മാറ്റങ്ങൾ അതുപോലെ എക്സാമിന് ഡിലേ ഉണ്ടാകുമോ അല്ലെങ്കിൽ വെണ്ടർ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ബാധിക്കും ഇത്തരത്തിലുള്ള ചില കൺഫ്യൂഷനുകളും ചില പ്രശ്നങ്ങളും ചില സ്റ്റുഡൻസ് എങ്കിലും ചോദിച്ചു കണ്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സിയുടെ വെണ്ടർ ചേഞ്ചിനെ പറ്റി അല്ലെങ്കിൽ മാറ്റത്തിനെ പറ്റി എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനുള്ളത് എങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ സൈഡിൽ എഡ്യൂക്കേറ്റേഴ്സ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എസ് എസ് സി CGL റിസൾട്ട് വന്നതിന് ശേഷം വളരെയധികം പ്രോബ്ലംസ് അവർ എസ് എസ് സി ചെയർമാൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് ചില മാറ്റങ്ങൾ അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചില മാറ്റങ്ങൾ വരികയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഏതൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എസ് എസ് സി റിഫോംസിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങളാണ് ഒന്ന് എസ് എസ് സി വെണ്ടർ ചേഞ്ച് ഉണ്ടാവുമോ എസ് എസ് സി വെണ്ടർ ചേഞ്ചിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ് തീർച്ചയായിട്ടും TCS ആണ് ഇപ്പം എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ TCS മാറി മറ്റൊരു വെണ്ടർ വന്നേക്കാം അങ്ങനെ ഒരു വെണ്ടർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ആസ്പിരന്റിനെ ബാധിക്കുന്നത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി പ്രിപ്പറേഷനകത്ത് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഊന്നൽ കൊടുക്കേണ്ട കാര്യം അതാണ് അപ്പോൾ അത് വെണ്ടർ ചേഞ്ച് നിങ്ങളെ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പലരും വെണ്ടർ ചേഞ്ച് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒട്ടും ബാധിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ചില ആൾക്കാരെ എങ്കിലും ഇത് ഒരു തരത്തിൽ ബാധിച്ചേക്കാം അങ്ങനെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അതുപോലെ എസ് എസ് സി പരീക്ഷകൾ ഡിലേ ആകുമോ കാരണം CGLന്റെ എക്സാം ഈ മാസം തന്നെയാണ് ഡേറ്റ് വന്നിരുന്നത് അല്ലേ എക്സാം ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ഈ മാസം 20th അടുപ്പിച്ചാണ് ഡേറ്റ് വന്നിരുന്നത് അപ്പോൾ ആ ഡേറ്റിൽ എക്സാം വിളിക്കുന്നില്ല അല്ലെങ്കിൽ ജൂൺ ജൂലൈയിൽ നടക്കേണ്ട പരീക്ഷ ഡിലേ ആകുമോ ഇങ്ങനെ കുറേ സംശയങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്രത്തോളം ഡിലേ എത്ര മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി പരീക്ഷ നടത്തുന്നത് ഇങ്ങനെയുള്ള പല കൺഫ്യൂഷനുകളും കുറച്ച് നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വെണ്ടർ ചേഞ്ച് ആയാൽ എക്സാം പാറ്റേൺ മാറുമോ എക്സാം പാറ്റേണിന് ചേഞ്ച് എന്തൊക്കെ വരും ആ ചേഞ്ചുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ആദ്യം തന്നെ പറയാനുള്ളത് പരീക്ഷ ഡിലേ ആവുമോ എന്നൊരു കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ നോട്ടീസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷനാണ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദി ഇയർ 2025-26 ഈസ് അണ്ടർ റിവ്യൂ അതായത് നേരത്തെ റിലീസ് ചെയ്തിരുന്ന എക്സാം കലണ്ടർ റിവ്യൂവിലാണ് അത് റിവ്യൂ ചെയ്യുകയാണ് അതായത് അത് ഇതുവരെയുള്ള എക്സാം കലണ്ടർ അതനുസരിച്ച് ഇനി മുമ്പോട്ട് പോകില്ല ചെറിയൊരു റിവ്യൂവിന് ശേഷം ചേഞ്ച് ചെയ്ത പുതിയ എക്സാം കലണ്ടർ ഒരുപക്ഷെ പബ്ലിഷ് ചെയ്തേക്കാം എന്നാണ് പറയുന്നത് റിവൈസ്ഡ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ വിൽ ബി പബ്ലിഷ്ഡ് ഷോർട്ട്ലി ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്മീഷൻ അപ്പം റിവൈസ് ചെയ്ത ചേഞ്ച് ചെയ്ത പുതിയ എക്സാം കലണ്ടർ എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ ഉടനെ പബ്ലിഷ് ചെയ്യും എന്നൊരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ തീർച്ചയായിട്ടും ചേഞ്ച് ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഡേറ്റിലൊക്കെ ചേഞ്ച് ഉണ്ടാവും അത് ഏതൊക്കെ പരീക്ഷയാണെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു നോട്ടീസാണ് ഇതിൽ പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആധാർ ബേസ്ഡ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഇൻ എസ് എസ് സി എക്സാമിനേഷനെ പറ്റിയാണ് എസ് എസ് സി പരീക്ഷകളിൽ പുതുതായിട്ട് ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് മെയ് 2025 മുതൽ നടക്കാൻ പോകുന്ന പരീക്ഷകളിലെല്ലാം ഇത്തരത്തിലൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്സാമിൽ ഡിലേ ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ ഇത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും നേരത്തെ പറഞ്ഞ ചില റിഫോംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നുള്ളത് ഒരു കാര്യം അതിൻ്റെ കൂടെ രണ്ടാമത്തെ കാര്യം ആധാർ ബേസ്ഡ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് ഡിലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെയ് മുതലുള്ള പരീക്ഷകളിൽ ഇത് കംപ്ലീറ്റ്ലി കണ്ടക്ട് ചെയ്യുന്നതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എക്സാം ഡേറ്റ് ചേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചേഞ്ച് ചെയ്യും കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന അടുത്ത പരീക്ഷ സെലക്ഷൻ പോസ്റ്റ് എക്സാം ഏപ്രിൽ 16 അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 16 എക്സാം ഡേറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഏകദേശം ജൂൺ ജൂലൈ മന്തിലായിരുന്നു ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്ന പരീക്ഷ അപ്പോൾ അത് വിളിക്കാനുണ്ട് അത് വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ തൊട്ടടുത്ത ഒരുപാട് പേര് കാത്തിരിക്കുന്ന എസ് എസ് സി CGL 2025 CGL പരീക്ഷ ഏപ്രിൽ 22 നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് ഇന്ന് നമ്മൾ ഏപ്രിൽ 21 നിൽക്കുകയാണ് നാളെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് ഒരു പക്ഷേ 22 തന്നെ വരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു അതുകൊണ്ട് നാളെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ എക്സാമും ജൂൺ ജൂലൈ മാസമായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് സോ ഇങ്ങനെ ഒരു ചേഞ്ച് ഈ ഒരു ഡിലേ വരുന്നത് കാരണം ജൂൺ ജൂലൈയിൽ നടക്കേണ്ട എക്സാം ഒരു പക്ഷേ അങ്ങോട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത്
ചെയ്തിരിക്കാം, 2-3 മാസം, അല്ലെങ്കിൽ ഡിപ്പെൻസ്, അതിൻ്റെ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഇത് 2 തരത്തിലാണ് ഇതിനകത്ത് ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത്. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആസ്പിറൻസിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം കുറച്ചുകൂടി സമയം നിങ്ങളുടെ മുമ്പിൽ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ പഠിച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് എക്സാം വീണ്ടും ഡിലേ ആകുമ്പോൾ മെൻ്റലി അവർ ഡൗൺ ആവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കണ്ടതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. കാരണം പരീക്ഷാ പാറ്റേണിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാനുള്ളൊരു സമയമായിട്ട് കാണുക. പോസിറ്റീവ് സെൻസിൽ തന്നെ കാണുക. നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന അതേ ടോണിൽ തന്നെ, അതേ എനർജിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ മറ്റു പരീക്ഷകളിലെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഡിലേ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എക്സാം ഡിലേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഈ സമയത്ത് തന്നെ എക്സാം നടക്കാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയും മറ്റൊരു കാര്യം, ഒന്നാമത്തെ കാര്യം എക്സാം ഡിലേ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു, എക്സാം ഡിലേ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം വെണ്ടർ ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന TCS ചേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പറേഷനും അതുപോലെ സോഫ്റ്റ്വെയർ ക്രിയേഷനും അതുപോലെ എക്സാം കണ്ടക്ഷനും ഈ പ്രോസസ്സുകളെല്ലാം മറ്റ് കമ്പനികളായിരിക്കും, മറ്റ് ഏജൻസികളായിരിക്കും ഇനി കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത്തരത്തിൽ മറ്റ് ഏജൻസികൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ TCS നടത്തിയിരുന്ന പാറ്റേണിൽ നിന്ന് എക്സാം പാറ്റേണിന് മാറ്റമുണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ഒരുപാട് പേര് മുമ്പോട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതിൻ്റെ SSC പരീക്ഷകളെ സംബന്ധിച്ച് സിലബസിന് ചേഞ്ച് ഇല്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിലബസിന് യാതൊരു തരത്തിലും മാറ്റമില്ല. അതുകൊണ്ട് തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ഒരുപാട് പുതുമയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് ആരും ധരിക്കേണ്ട. ഇനി മാറ്റം വരാൻ സാധ്യതയുള്ളത് എക്സാം പാറ്റേണിനാണ്. അതായത് നമ്മുടെ ഒരു എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അല്ല, ചോദ്യങ്ങളുടെ ഒരു പാറ്റേണിനാണ് വ്യത്യാസം വരാൻ സാധ്യതയുള്ളത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ചില ഏരിയാസ്, നമ്മുടെ ബേസിക് സിലബസിന് മാറ്റമില്ലെന്ന് പറയുമ്പോഴും ചില ഏരിയാസിൽ നിന്നായിരുന്നു സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത്തരത്തിൽ ഒരു ചേഞ്ച്, അതായത് നമ്മൾ ശ്രദ്ധിക്കാത്ത, ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത ഏരിയാസ് കൂടി ശ്രദ്ധിക്കേണ്ടി വരും. സ്ട്രിക്ട്ലി സിലബസുമായിട്ട് ബന്ധപ്പെട്ട വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നവർ കൂടുതലും TCSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് 2018 മുതലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കൂടുതലും ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിന് മുമ്പുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് ചെയ്യുക, മറ്റു പല പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സിൻ്റെ വെറൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യുക. GK ആണെങ്കിൽ പോലും GK ഇതുവരെ വന്ന ഏരിയാസ് കൂടാതെ മറ്റ് ഏരിയാസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് വാസ്റ്റായിട്ട് കൂടി പഠിക്കാൻ ശ്രമിക്കുക. സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും മാത്സ് ഒക്കെ പഠിക്കുന്നവർ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കാരണം മാത്സിൻ്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ വന്നേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ഓൾട്ടർ ചെയ്യണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഇതാണ് അവരുടെ ടാസ്ക്. ആദ്യം നിങ്ങൾ SSCയുടെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നോക്കി ബേസിക്സ് ഒക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലെവലിലേക്കാണ് ഇത്തരത്തിലുള്ള അതർ ക്വസ്റ്റ്യൻസ്, ടഫർ ക്വസ്റ്റ്യൻസ്, എക്സ്പെക്ട് ചെയ്യാത്ത മറ്റ് ചില ഏരിയാസിലോട്ടൊക്കെ പഠിക്കുന്നത്. അപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആക്കുക എന്നൊരു കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. മാക്സിമം ക്വസ്റ്റ്യൻസ് കാണാനുള്ള തരത്തിൽ, അതായത് മാക്സിമം PVQs, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പല പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണുക എന്നൊരു കാര്യം മാത്രം നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ എത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് കൂടി ഞാൻ പറയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അത്യാവശ്യം മാത്തമാറ്റിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടാവും. ഇല്ല, ന്യൂമറിക്കൽ എബിലിറ്റി തീരെ കുറഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസ്, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത ആൾക്കാർ പോലും നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് അവർ എക്സാംസ് ക്ലിയർ ചെയ്യുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അത്തരത്തിലുള്ളവരാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറയാം. അത്തരത്തിലുള്ളവർ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ കാണേണ്ടി വരും. കാരണം ഈ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് ചിലർക്ക് ഇൻബിൽറ്റ് ആയിട്ട് പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഇല്ലാത്തവർ പ്രാക്ടീസ് ചെയ്താണ് ഈ ഒരു എബിലിറ്റി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ഒരു ചലഞ്ച് ആയിട്ട് തന്നെ കണ്ട് അവർ മാക്സിമം റിപ്പീറ്റഡ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മറ്റ് പല പരീക്ഷകളുടെ SSCയുടെയും റെയിൽവേയുടെയും UPSCയുടെ ചില CDS പോലുള്ള പരീക്ഷകൾ നടത്തുന്നതിൻ്റെയും അങ്ങനെയുള്ള മാക്സിമം വെറൈറ്റി ക്വസ്റ്റ്യൻസും വെറൈറ്റി എക്സാംസിൻ്റെയും പാറ്റേൺസ് നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ 2018 മുമ്പുള്ള പരീക്ഷകൾ, SSCയുടെ 2018 മുമ്പ് നടന്ന പരീക്ഷകളുടെ കിരൺ പബ്ലിക്കേഷൻസിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ റെഫർ ചെയ്യാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള 2018 മുമ്പുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായാൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ യാതൊരു തരത്തിൽ ബാധിക്കില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ആ ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്തോട്ടെ. ഒന്ന്,
SSCയുടെ വെണ്ടർ ചേഞ്ച്, വെണ്ടർ എന്ത് വേണമെങ്കിലും മാറിക്കോട്ടെ, വെണ്ടർ ചേഞ്ച് ഉണ്ടായിക്കോട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ആ ചേഞ്ച് അഡോപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ പ്രിപ്പറേഷനകത്ത് മാറ്റം ഉണ്ടാക്കുക എന്നൊരു കാര്യം നിങ്ങൾ ചെയ്യുക. എക്സാം ഡിലേ ആവും, ഡിലേ ആയിക്കോട്ടെ. എക്സാം ഡിലേ ആണെങ്കിൽ ആ ഡിലേ ഉള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു സെൻസിൽ കണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 3, നിങ്ങൾക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഇമ്പാക്റ്റ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കാത്ത തരത്തിൽ അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആക്കി മാറ്റാൻ എല്ലാ ആൾക്കാരും ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്